അസ്സലാമലൈക്കും. എല്ലാവർക്കും റസിയാസ് റസോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ റെസിപ്പിയാണ്, ക്രേസി ചിക്കൻ. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഞാൻ പരീക്ഷിച്ച് സക്സസ് ആയതാണ്. എൻ്റെ കുഞ്ഞു കുട്ടികൾക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവരാണ് ഇതിന് ക്രേസി ചിക്കൻ എന്ന് പേരിട്ടത്. ആ പേര് എനിക്കും ഇഷ്ടമായി. അങ്ങനെ ഇതിന് ക്രേസി ചിക്കൻ എന്ന് പേര് വന്നു. ഇതിൻ്റെ ഉണ്ടാക്കുന്ന സ്മെല്ല് കേട്ടാൽ അവർ എത്ര ദൂരമായാലും അവർ ഓടി വരും. അത്രയ്ക്കും നല്ലൊരു സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണ്, ക്രിസ്പിയാണ്. ഇത് കഴിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ തിന്നായിട്ട് മുറിച്ച് വാങ്ങിക്കണം നമുക്ക്. എന്നിട്ട് അതൊന്ന് അടിച്ച് പരത്തിയെടുക്കണം. ഇങ്ങനെയുള്ളൊരു മേഷർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിക്കോൽ കൊണ്ടോ ഒന്ന് അടിച്ച് പരത്തിയെടുത്താൽ മതി. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടണം. എല്ലാ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ അടിച്ച് പരത്തി കഴിഞ്ഞ ശേഷം നമുക്കിതിലൊരു മസാല പുരട്ടി വെക്കണം. അതിനു വേണ്ടി ഞാൻ 2 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ ഫ്ലേവറാണ് ഇതിന് കൂടുതലും വേണ്ടത്. 2 ടീസ്പൂൺ വെളുത്തുള്ളിക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് കസൂരി മേത്തി പൊടിച്ചത്, പിന്നെ കുറച്ചൊരു ഫ്ലേവർ ഒറിഗാനോ, ഒരു പിഞ്ച്, പിന്നെ മുളക് പൊടി വേണം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ അതിൽ ചേർക്കുക. ലെമൺ ജ്യൂസ് ഒരു ചെറുനാരങ്ങയുടെ പകുതി. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെറുതായിട്ടൊരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. ഈ മസാല നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. കൈകൊണ്ട് നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം ഒരു മണിക്കൂറെങ്കിലും വെക്കണം. നമുക്കിത് മൂടി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ തന്നെ മറ്റൊരു മിക്സ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ, 1 മുട്ട, പിന്നെ ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് 1 ടീസ്പൂണ് ചേർക്കാം എരിവിന് ആവശ്യമുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മുടെ പുരട്ടി വെച്ച ചിക്കൻ കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സ്, ഇതിനൊരു കോട്ടിങ്ങിന് വേണ്ടി കോൺഫ്ലേക്സ് നമുക്ക് നുറുക്കി കൈ കൊണ്ട് നന്നായിട്ട് നുറുക്കി പൊടിച്ചെടുക്കുക. നമുക്ക് ചിക്കൻ പീസസ് എല്ലാം ഈ സ്ക്രൂവറിൽ ഇങ്ങനെ കോർത്തെടുക്കണം. ഓരോ പീസായിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക. എന്നിട്ട് കോൺഫ്ലേക്സ് കൊണ്ട് നന്നായിട്ട് ഇത് കോട്ട് ചെയ്യണം. ഇതുപോലെ ചെയ്യണം. ശരിക്ക് പിടിക്കണം കോൺഫ്ലേക്സ്. അങ്ങനെ എല്ലാ പീസസും നമുക്ക് ഇങ്ങനെ
സ്ക്രൂവറിൽ കോർത്തെടുത്തതിന് ശേഷം കോൺഫ്ലേക്സിൽ പൊതിഞ്ഞെടുക്കണം. ശരിക്കും പിടിച്ചില്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് ഓരോന്നോരോന്നായിട്ട് സാവധാനം എണ്ണയിലേക്കിട്ട് 2 ഭാഗവും തിരിച്ച് മറിച്ചിട്ട് വേവിച്ച് പൊരിച്ചെടുക്കണം. എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്ന് കൈകൊണ്ടൊന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ കോൺഫ്ലേക്സ് ഒന്നും അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് നിന്നോളും. അങ്ങനെ നമ്മുടെ ക്രേസി ചിക്കൻ റെഡിയായി വരുന്നു. ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് വല്ല പരിപാടിയോ ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്കിത് സ്റ്റാർട്ടറായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും എൻ്റെ എല്ലാ റെസിപ്പീസും കാണണം. ഇനി അടുത്ത റെസിപ്പി എൻ്റെ ഒരു പുതിയ റെസിപ്പിയാണ്. ഞണ്ട് കൊണ്ട് ഒരു തേങ്ങാച്ചോറ്. തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന തേങ്ങാച്ചോറ് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളിതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കല്ലുമ്മക്കായ് തേങ്ങാച്ചോറിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തത് ഞണ്ട് വെച്ചുണ്ടാക്കുന്ന തേങ്ങാച്ചോറാണ്. ആ റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.